the lowest point on earth. അള്ളാന്റെ ഭൂമിയിലെ ഏറ്റവും താഴ്ചയുള്ള പ്രദേശം ചാവുകടലിന്റെ, ഡെഡ് സീയുടെ, ഇന്നത്തെ ജോർഡാനിന്റെ, പഴയ ഫലസ്തീനിന്റെ ഭാഗങ്ങളായ പഴയ സിറിയയുടെ ഭാഗം, ഇന്നത്തെ ജോർഡാനിൽ കിടക്കുന്ന ചാവുകടൽ, ഏറ്റവും കൂടെ ഉപ്പുള്ള പ്രദേശം ഉണ്ടല്ലോ, ആ ചാവുകടലിന്റെ കരപ്രദേശങ്ങളാണ്, അതിന്റെ കോസ്റ്റുകളാണ് ലോകത്ത് ഏറ്റവും വലിയ, ഏറ്റവും താഴ്ന്ന പ്രദേശം. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ന്ന പ്രദേശം ചാവുകടലാണ്. എവിടെ നിന്ന് കിട്ടി? അന്ന് ക്രിസ്ത്യാനികളും പേർഷ്യക്കാരും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ, ക്രിസ്ത്യാനികൾ മതവിശ്വാസികളാണ്, പേർഷ്യക്കാർ തീ ആരാധകരാണ്. ആ തീ ആരാധകരായ അവിശ്വാസികൾ ക്രിസ്ത്യാനികളെ പരാജയപ്പെടുത്തിയപ്പോൾ മക്കക്കാരായ ആളുകൾ പറഞ്ഞു, കണ്ടില്ലേ വേദം നൽകപ്പെട്ട വിഭാഗത്തിന്റെ പരാജയം, അപ്പോ നിങ്ങൾ ഖുർആനിന്റെ ആളുകൾക്കും പരാജയം വരും. വിശുദ്ധ ഖുർആൻ അതിന് മറുപടി പറഞ്ഞു. സൂറത്തുർ റൂം, ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. റോമൻ സാമ്രാജ്യത്തിന് പരാജയം സംഭവിച്ചിട്ടുണ്ട്. എവിടെ? ഫീ അദ്നൽ അർളി. റോമ പേർഷ്യൻ യുദ്ധം നടന്നത് ഡെഡ് സീയുടെ ചാരത്താണ്, ചാവുകടലിന്റെ കരയിലാണ്. അവിടെ പരാജയം സംഭവിച്ചിട്ടുണ്ട്. വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ ഫീ ബിദ്ഇ സിനീന. 10 താഴെ വർഷങ്ങൾക്കുള്ളിൽ തീർച്ചയായും ഇതേ റോമക്കാർ പേർഷ്യക്കാർക്കെതിരെ പടപൊരുതി ജയിക്കാൻ പോകുന്നു. ഇത് പറഞ്ഞ് 7ാമത്തെ കൊല്ലം റോമക്കാർ ജയിക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആന്റെ വലിയൊരു അത്ഭുതം, അവർ ജയിച്ചതാണ്. അദ്നൽ അർളി, ലോകത്തെ ലോവസ്റ്റ് പോയിന്റ്, ഏറ്റവും താഴെയുള്ള പ്രദേശം ഏതാ? ചാവുകടലാണ്. ഇത് ഖുർആൻ പറഞ്ഞു. ഇന്ന് അന്നൊക്കെ അളക്കാൻ പറ്റും അതൊക്കെ. അദ്നൽ അർള്, ലോവസ്റ്റ് പോയിന്റ് ഓൺ എർത്ത്. ശുദ്ധ ഖുർആൻ പറഞ്ഞ റോമക്കാർക്ക് പരാജയം സംഭവിച്ച ചാവുകടലിന്റെ പ്രദേശങ്ങളാണെന്ന് ഇന്ന് ലോകത്തിന് കണ്ടെത്താൻ പറ്റിയ അത്ഭുതമല്ലേ പരിശുദ്ധ കലാമിൽ? വലത് കണ്ണില്ലാത്ത ഒറ്റക്കണ്ണനാണ് മസീഹുദ് ദജ്ജാൽ. ആര് പറഞ്ഞു? പരിശുദ്ധ റസൂലുള്ളാഹി. അവൻ ജീവിച്ചിരിപ്പുണ്ട്. തങ്ങൾ പറഞ്ഞു, ഇന്നഹു ഫീ ബഹരിൽ ശാം ഔ ഫീ ബഹരിൽ യമൻ. അവൻ ഒന്നുകിൽ ഷാമിന് അഭിമുഖമായി കിടക്കുന്ന കടലിലുണ്ട് എന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ കടൽ. ഫലസ്തീനിന് അഭിമുഖമായി കിടക്കുന്ന കടൽ ഏതാ? ദ മെഡിറ്ററേനിയൻ, ബഹറുൽ ഔസത്ത്, അല്ലെങ്കിൽ അൽ ബഹറുൽ അബിയദ് എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ കടൽ. മെഡിറ്ററേനിയൻ കടലിലാണ് അവനുള്ളത്. സുഹാബിക്ക് സംശയം, നബി പറഞ്ഞത് ബഹറുൽ ഷാം എന്നാണോ ഔ ഫീ ബഹരിൽ യമൻ? അല്ല, യമനിന് അഭിമുഖമായി കിടക്കുന്ന കടലിലാണോ? അറിയൂല. രണ്ടാലൊന്നാ നബി പറഞ്ഞത്, ബഹറുൽ യമൻ ഔ ബഹറുൽ ഷാം. യമനിന് അഭിമുഖമായി കിടക്കുന്ന കടൽ എന്ന് പറഞ്ഞാൽ യമനിന്റെ ഒരു ഭാഗം ഇന്ത്യൻ മഹാസമുദ്രമാണ്, മറ്റൊന്ന് ഏതാണ്? ചുവന്ന നമ്മുടെ റെഡ് സീ, ചെങ്കടൽ. ചെങ്കടൽ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം, രണ്ടാലൊരു സ്ഥലത്ത് അവൻ കിടക്കുന്നുണ്ട്. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും ഗൂഗിൾ ഇമേജ് ഒക്കെ വെച്ചിട്ടൊന്ന് പിടിച്ചുകൂടെ? മലേഷ്യക്കാരന്റെ ഫ്ലൈറ്റ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇതുവരെ. എന്നിട്ടങ്ങൾ മസീഹുദ് ദജ്ജാൽ തപ്പ നടക്കുന്നത്. അള്ള പൂർത്തി വെച്ചാൽ നമുക്ക് കിട്ടുമോ? 100-300 ആളം കൊണ്ടുപോയ ഫ്ലൈറ്റിന് തുമ്പും വാലുമില്ല ഇപ്പോ. ഇത് അള്ളാഹു ചെയ്യുന്ന വലിയൊരു പാഠാണ്. എന്തെന്നറിയോ? നിങ്ങൾ വലിയ സംവിധാനമൊക്കെ ചെയ്തെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഈ ഭൂമിന്റെ ഉള്ളിൽ നടക്കുന്നത് പോലും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. പിന്നെണ്ടോ നിങ്ങളെ ചന്ദ്രനും ചൊവ്വയൊക്കെ? അള്ളാഹു ചെയ്യുന്ന വലിയൊരു പാഠമാണ്. ഇന്നും കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. ഇനി കുറച്ച് കഴിഞ്ഞ് കിട്ടിയെന്ന് വിചാരിക്കേ. എന്ത് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിയിട്ട് എന്താ? മനുഷ്യൻ കിട്ടണം വേണമെന്ന് ചിന്തിച്ച് ആലോചിച്ച് ഒരുപാട് രാജ്യങ്ങൾ ഇടപെട്ട് നടത്തിയ തെരച്ചിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ മസീഹുദ് ദജ്ജാലിനെ സംബന്ധിച്ച് അള്ളാഹു അവനെ ഒളിപ്പിച്ചു വെച്ചതാണ്. അള്ളാഹു ഒളിപ്പിച്ചു വെച്ച് പിന്നെ എങ്ങനെ തെരഞ്ഞാൽ കിട്ടാനാണ്? അതുകൊണ്ട് അവനെ തപ്പി നോക്കാൻ നിങ്ങൾ ഇറങ്ങണ്ട, കിട്ടൂല. തങ്ങൾ പറഞ്ഞു എവിടെന്നാ വരികയാണ്? ഇറാഖിന്റെയും ഷാമിന്റെയും ഇടയിലുള്ള വിശാലമായ ഹൈവേയിലൂടെയാണ് മസീഹുദ് ദജ്ജാൽ കടന്നു വരാൻ പോകുന്നത്. സിറിയയുടെയും ഇറാഖിന്റെയും ഇടയിലുള്ള ആ നാഷണൽ ബോർഡറിൽ വെച്ചിട്ടാണ്. അവിടെയാണ് അവൻ ആദ്യമായി പ്രത്യക്ഷപ്പെടുക. മസീഹുദ് ദജ്ജാൽ ചെറുപ്പക്കാരനാണ്, ഷാബൻ, 40 വയസ്സിൽ താഴെ പ്രായമുള്ള അവസ്ഥയിൽ അള്ളാഹു അവനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്.
അസ്ഹാബുൽ കഹ്ഫിൽ 309 കൊല്ലം ഉറക്കി കിടത്തിയിട്ട് ശരീരത്തിൽ വർഷങ്ങളുടെ ആഘാതമേൽക്കാതെ, പ്രായത്തിന്റെ വർധനവ് വരാതെ 7ഓളം ചെറുപ്പക്കാരെ എൻജലൂസ് പർവ്വതത്തിനുള്ളിലെ ആ ഗുഹന്റെ ഉള്ളിൽ ഉറക്കി കിടത്തിയ ചരിത്രം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ പഠിപ്പിക്കുന്നില്ലേ? അള്ളാഹുവിന് വർഷങ്ങളും മാസങ്ങളും മനുഷ്യ ശരീരത്തിൽ ആഘാതമേൽപ്പിക്കാതെ പിടിച്ചു നിർത്താൻ കഴിയും. പിന്നെന്തുപോലെ ഈസ നബിയെ പോലെ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ട നബിയാണ് മഹാനായ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം. ഈസ നബിക്ക് എന്താ, ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോ ഈസ നബിക്ക് എത്ര വയസ്സായിരിക്കും? 33 വയസ്സായിരിക്കും ഈസ നബി അലൈഹിസ്സലാമിന്. ഈസ നബി വരുന്നത് 33ാമത്തെ വയസ്സിൽ, പോയത് 33ാമത്തെ വയസ്സിൽ. ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു. ആ ഈസ നബി അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് അല്ലാഹു തിരിച്ചു കൊണ്ടുവരും. ഇത് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മളോടും വിശ്വസിക്കാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്നിനുമല്ല, ജൂതന്മാർ പറഞ്ഞു നഹ്നു ഖതൽനാ ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസ നബിയെ ഞങ്ങൾ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞവരാണ് ജൂതന്മാർ. അവര് കൊന്നിട്ടില്ലെന്ന് കാണിച്ചു കൊടുക്കാൻ ഈസ നബിയെ ഭൂമിയിലേക്ക് അല്ലാഹു വിളിച്ചു വരുത്തും. ക്രിസ്ത്യാനികൾ പറയും ഈസ നബി ദൈവപുത്രനാണ്, കുരിശിൽ തറക്കപ്പെട്ട ആളാണ്, ഈസ നബി ഞങ്ങളുടെ ആളാണ്. ത്രിയേകത്വത്തിൽ 3 ദൈവങ്ങളിൽ ഒരു ദൈവം ഈസ നബിയാണ് എന്ന് വാദിച്ച ക്രിസ്ത്യാനികളുടെ വാദം തെറ്റാണെന്ന് അവരെ തെളിയിച്ചു കൊടുക്കാനുമാണ് ഈസ നബി അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കുന്നത്. ഈ 2 മതവിഭാഗങ്ങളല്ലാതെ, ഇസ്ലാമുമല്ലാതെ ലോകത്ത് വല്ല ചർച്ചയുമുണ്ടോ? ഈ സെമിറ്റിക് മതങ്ങളല്ലാതെ. ഇതിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ശരിയാണെന്ന് ഈസ നബിയെ കൊണ്ട് പറയിപ്പിച്ച് ലോകത്തെ ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും ഹിദായത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കാൻ പരിശുദ്ധ ഖുർആനിന്റെയും തിരുനബിയുടെ സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ശർഇന്റെ വിധി നടത്താൻ വരുന്ന നബിയാണ് ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. ഈസാ നബി ആകാശത്തേക്കാ പോയത്, ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു. എന്തേ ഈസ നബിക്ക് 33 വയസ്സന്നെ ആവുന്നത്? വയസ്സേറൂലേ? അതൊന്നും ഇനി ചോദിക്കാൻ പാടില്ല ഈ ആധുനിക കാലത്ത്. എന്തെന്നറിയോ? മേലോട്ട് പോകുന്തോറും സമയം കുറഞ്ഞു വരുന്നു. മാത്രമല്ല, സമയം റിവേഴ്സ് സഞ്ചരിക്കുമെന്ന് കണ്ടെത്തപ്പെട്ട കാലമാണിത്. സമയം റിവേഴ്സ് അടിക്കുന്നു, സമയം ബാക്കോട്ട് സഞ്ചരിക്കുന്നു. ഈസ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹുവിന്റെ വചനം എന്താണ്? വമാ ഖതലൂഹു വമാ സ്വലബൂഹു. ഈസ നബിയെ അവരാരും കുരിശിൽ തറച്ചിട്ടില്ല, ഈസ നബിയെ അവരാരും വധിച്ചിട്ടും ഇല്ല. വലാകിൻ റഫഅനാഹു. ഈസ നബിയെ നാം ആകാശത്തേക്ക് ഉയർത്തുകയാണുണ്ടായത്. ഇന്നത്തെ ഫലസ്തീനിലെ ജബൽ സൈത്തൂൻ, മൗണ്ട് ഒലീവ്, മസ്ജിദുൽ അഖ്സയുടെ അധിക പിക്ചറും മൗണ്ട് ഒലീവിൽ നിന്ന് എടുക്കുക. മേലെ നല്ല ഹൈറ്റിൽ അതിന്റെ ഏരിയൽ വ്യൂ കിട്ടാൻ മൗണ്ട് ഒലീവിലാ കയറുക. മൗണ്ട് ഒലീവ്, ജബൽ സൈത്തൂൻ. അവിടെയാണ് അവസാനമായി ഈസ നബി അലൈഹിസ്സലാം അവിടെ തനിയായികൾക്ക് ദർശനം നടത്തി കൊടുത്തത്. ഹവാരിയീങ്ങൾ എന്ന മുതഅല്ലിമീങ്ങൾക്ക്. ഈസ നബിയെ കൊല്ലാൻ വേണ്ടി ജൂതന്മാർ നടക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? ഈസ നബി നബിയായത് വന്ന് തന്നെ ജൂതന്മാർക്ക് പിടിച്ചില്ല. പിന്നെ ഈസ നബിക്ക് ഒരു കിതാബ് വന്ന് ഇറക്കി കൊടുത്തു, ഇഞ്ചീൽ, അതും പിടിച്ചില്ല. പിന്നെ ആഴ്ചയിലെ നമ്മുടെ ജുമുഅ പോലത്തെ അവരുടെ ആഴ്ചയിലെ പ്രാർത്ഥനാ ദിവസം ഞായറാഴ്ചയായി അള്ളാഹു മാറ്റുകയും ചെയ്തു. അപ്പോഴേക്കും ജൂതന്മാർക്ക് ദേഷ്യം വന്നു. ശനിയാഴ്ച മാറ്റി ഞായറാഴ്ചയാക്കിയതും ഞങ്ങളുടെ ആരാധന ദിവസം പോലും മാറ്റി, എന്നാ പിന്നെ ഇവനെ കൊല്ലണം എന്ന് പറഞ്ഞ് പാതിരാ നേരത്ത് ചൂട്ട് കത്തിച്ചിറങ്ങിയ ജൂതന്മാർ ഈസ നബി എവിടെയാണെന്ന് ആര് പറഞ്ഞു തന്നാലും അവർക്ക് നാണയത്തുട്ടുകൾ കൊടുക്കാമെന്ന് പറഞ്ഞ് നടന്നപ്പോൾ ഈസ നബിയുടെ ശിഷ്യന്മാരിൽ ഒരാൾ, യഹൂദ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ, 30 വെള്ളി നാണയങ്ങൾ വാങ്ങിയിട്ട് സ്വന്തം ഗുരുവിനെ ഒറ്റുകൊടുത്തു ഈസ നബിയെ. മഹാനായ ഈസ നബി അലൈഹിസ്സലാം സൈത്ത് മലയുടെ അടുത്ത്, ഒലിവ് മലയുടെ അടുത്ത് അവിടെ തനിയായികൾക്ക് ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നസലൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നു. ഈസ നബിയെ എഴുന്നേൽക്കണം, ദർസ് പൂർത്തിയാക്കാൻ നേരമില്ല, നമ്മൾ പോവുകയാണ്. നിങ്ങളെ വധിക്കാൻ വരുന്നുണ്ട് ജൂതന്മാർ, നിങ്ങളെ കൊല്ലാൻ വരുന്നുണ്ട് ജൂതന്മാർ.
അവർക്ക് പിടികൊടുക്കാതെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ട്. നിങ്ങളുടെ ജനനം അത്ഭുതമാണ് ഈസ നബിയെ, നിങ്ങളുടെ ജീവിതവും അത്ഭുതമായിരിക്കും. നമുക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖാല ഈസ ഇബ്നു മറിയം യാ ബനീ ഇസ്രായീല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാഹ് വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദിഹി ഇസ്മുഹു അഹ്മദ്. അവർ ചോദിച്ചു, ഈസ നബിയെ, നിങ്ങൾ ഞങ്ങളോട് യാത്ര പറഞ്ഞു പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്നെന്നും പഠിക്കാനായി ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരണമേ. ഈസ നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്കുള്ള റസൂലാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാഹ്, എൻ്റെ മുമ്പിൽ കിടക്കുന്ന തൗറാത്ത് സത്യമാണെന്ന് നിങ്ങളെ പഠിപ്പിക്കാനും, വമുബശ്ശിറൻ ബിറസൂൽ, എനിക്ക് ശേഷം ഒരു റസൂൽ വരുന്നുണ്ട്, ഇസ്മുഹു അഹ്മദു, അഹ്മദ് എന്ന പേരുള്ള ഒരു നബി. വസുമ്മീതു അഹ്മദ, അല്ലാഹു എനിക്ക് വെച്ച പേര് അഹ്മദാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വല്ലിപ്പ വെച്ചു കൊടുത്ത പേര് മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെട്ടവർ, അഹ്മദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഏറ്റവും സ്തുതിക്കുന്നവർ. ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തത് ആരാണ്? മുഹമ്മദ് നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് അള്ളാഹുലേക്ക് നോക്കിയാൽ അഹ്മദാണ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇബാദത്ത് ചെയ്തവർ, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഹംദ് ചൊല്ലിയവർ. അതുകൊണ്ട് നബിയുടെ പേര് അഹ്മദാണ്. ലോകത്തുള്ള എല്ലാവരുടെ നാവിലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിശ്വാസികളുടെ നാവ് കൊണ്ട് സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു പഠിപ്പിച്ച് നബിയെ മുഹമ്മദാക്കുകയാണ്. സ്തുതിക്കപ്പെട്ടവരായി അല്ലാഹു മാറ്റിയതാണ്. തങ്ങളുടെ രണ്ട് പേരാണിത്, മുഹമ്മദ്, അഹ്മദ്. ആ ഒരു മുഹമ്മദ് പ്രവാചകർ, അഹ്മദ് എന്ന നബിയുള്ള, അഹ്മദ് എന്ന പേരുള്ള മുഹമ്മദ് നബി വരാനുണ്ടെന്ന് നിങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കാൻ വന്ന ആളാണ് ഞാൻ എന്ന മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ശിഷ്യന്മാർക്ക് അവസാനം കൊടുത്ത ഉപദേശമാണ്. അങ്ങനെ പോയ നബിയ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. പോകും 33 വയസ്സ്. സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാവർക്കും 33 വയസ്സായിരിക്കുന്ന ഒരു ഉമ്മ, പ്രായമുള്ള ഒരു ഉമ്മ അള്ളാന്റെ റസൂലിനോട് വന്ന് ചോദിച്ചില്ലേ, പൊന്നാര നബിയേ, അള്ളാന്റെ സ്വർഗത്തിലേക്ക് കടക്കാൻ നിങ്ങൾ എനിക്ക് ദുആ ചെയ്തു തരണം നബിയേ. തങ്ങൾ പറഞ്ഞു, പ്രായമുള്ള ഉമ്മമാരൊന്നും സ്വർഗത്ത് കിടക്കണില്ല. ഈ സ്ത്രീ വല്ലാണ്ടങ്ങ് വിഷമിച്ചു പോയി, അങ്ങോട്ട് കരഞ്ഞുപോയി. നബി തങ്ങൾ അവരെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു, ഇങ്ങോട്ട് വരിൻ. ഞാൻ പറഞ്ഞതേ നിങ്ങൾ സ്വർഗത്ത് പോകില്ല എന്നല്ല, സ്വർഗത്ത് പോകുമ്പോഴേ ഈ പല്ലൊക്കെ പോയ അവസ്ഥയിലൊന്നല്ല, നല്ല 1-ാം നമ്പർ ചെറുപ്പക്കാരിയായിട്ടാണ് നിങ്ങൾ സ്വർഗത്തിൽ കിടക്കുക. നിങ്ങളുടെ ഈ വാർദ്ധക്യത്തോടുകൂടെ സ്വർഗത്തിൽ കിടക്കൂല. തങ്ങൾ തമാശ പറഞ്ഞതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നി ലഅംസഹു വലാ അഖൂലു ഇല്ലാ ഹഖാ. തങ്ങൾ പറയും, ഞാൻ തമാശ പറയും, പക്ഷെ ഞാൻ സത്യം പറയുള്ളൂ, നുണ പറഞ്ഞ് തമാശ പറയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ സ്വർഗത്തിൽ കിടക്കുന്ന വയസ്സ് 33. അത് ആരുടെ വയസ്സാ? ഈസ നബി അലൈഹിസ്സലാമിന്റെ വയസ്സാണത്. ഭൂമിയിൽ നിന്ന് ഉയരുമ്പോൾ 33 വയസ്സാണ്. എല്ലാവരും അങ്ങനെ ആയിരിക്കുന്ന. സ്വർഗത്തിലേക്ക് ആളെ കൊണ്ടുപോകണമെങ്കിൽ ഈ ലോകം അവസാനിക്കണം. എല്ലാവരും ഖബറിൽ വെയിറ്റ് ചെയ്യാൻ. ഒരുപാട് ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, 10,000 മില്യൺ കണക്കിന് മുസ്ലിമീങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഖബറിൽ കിടന്ന് വിശ്രമിക്കാൻ. ഖിയാമത്തായാലേ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഖബർ സ്വർഗമാണ്. ഒന്നുകിൽ സ്വർഗമാണത്, തെറ്റ് ചെയ്ത ആളുകൾക്കോ അവിശ്വാസികൾക്കോ അത് നരകവുമാണ്. പക്ഷേ അള്ളാഹുവിന്റെ യഥാർത്ഥ സ്വർഗത്തിലേക്കും യഥാർത്ഥ നരകത്തിലേക്കുമുള്ള ആ രണ്ട് ഭാഗമാക്കി അള്ളാഹു മാറ്റി നിർത്തുന്നത് ലോകം അവസാനിച്ചതിന്റെ ശേഷമാണ്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ പടച്ചവനെ ഖിയാമത്ത് നാക്കിക്കൊണ്ട പടച്ചവനെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ നീ വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്ഥലത്തേക്ക് പോകാൻ കൊതിയാകുന്നു എന്ന് ഖബറിൽ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാ സംഭവങ്ങൾ ഒന്നിന് പിന്നാലെ മറ്റൊന്നായി ലോകത്ത് പുലർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിലേക്കാവണമെങ്കിൽ ആ സംഭവങ്ങളൊക്കെ നടക്കണം, ഈ പറഞ്ഞതൊക്കെ നടക്കണം. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന നേരം, ഇറങ്ങി വരുന്ന സ്ഥലം എല്ലാം അല്ലാഹു പറഞ്ഞു. ഈസ നബിയുടെ ദൗത്യം നന്മ സ്ഥാപിക്കലാണ്. ഇവിടെ മുസ്ലിമീങ്ങളൊപ്പം നിന്ന് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയെ മോചിപ്പിക്കലാണ്, മസീഹുദ് ദജ്ജാലിനെ വധിക്കലാണ്. ആ സമയം മസീഹുദ് ദജ്ജാൽ അവന്റെ സർവ്വ മാജിക്കും ഉപയോഗിച്ച് ലോകത്ത് നടക്കുന്ന കാലമായിരിക്കും. മസീഹുദ് ദജ്ജാൽ വലിയ മജീഷ്യനാണെന്നാണ്.
വലിയ മജീഷ്യനാണ്. നമ്മുടെ മുതുകാടൊക്കെ ചെയ്യുന്ന മാജിക് കാണുന്നില്ലേ? അതൊന്നല്ല, മസീഹു ദജ്ജാലിന്റെ മാജിക്കിനും ഇതൊന്നും ഒന്നുമല്ല. മസീഹു ദജ്ജാൽ എന്താ, സ്റ്റേജ് മേലല്ല, അങ്ങോട്ട് നിന്നിട്ട് പെയ്യട്ടെ മഴ, അങ്ങോട്ട് പെയ്യാണ് മഴ. സിമെന്റ് ഇട്ട ഭൂമിയോട് മുളക്കട്ടെ നെല്ല് എന്ന് പറഞ്ഞാൽ അവിടെ മുളച്ചു നെല്ലും ഗോതമ്പൊക്കെ. ഭൂമിന്റെ ഉള്ളിൽ നിന്ന് സ്വർണവും ഖനിയൊക്കെ വരട്ടെ എന്ന് പറഞ്ഞ തേനീച്ച തന്റെ റാണിന്റെ പിന്നാലെ പോണ പോലെ സ്വർണ്ണ ഖനികളൊക്കെ റോളുകളായി പിന്നാലെ ഇങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കുന്ന. സുബ്ഹാനല്ലാഹ്. ലോകത്ത് സ്വർണം കൂടുതൽ കാണപ്പെടുന്നത് ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ പറയുന്നുണ്ട്. യൂഷികു അൻ തഹ്സിറൽ ഫുറാതു അൻ കൻസിൻ മിൻ ദഹബിൻ. സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയും. യൂഷികു അൻ തഹ്സിറൽ ഫുറാത്ത് അൻ കൻസിൻ മിൻ ദഹബിൻ. ഇറാഖിലെ യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് സ്വർണത്തിന്റെ വലിയ ബ്ലോക്കുകൾ കാണപ്പെടും. കഉസ്തുവാനാത്തി ദഹബി. സ്വർണത്തിന്റെ വലിയ പില്ലറുകൾ യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് കണ്ടെത്താൻ പോകുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അധിനിവേശ രാജ്യങ്ങളാണതൊക്കെ. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ കണ്ണുവെച്ചിരിക്കുന്ന പ്രദേശമാണത്. അവരുടെ റേഡിയോ സിഗ്നലുകൾ കണ്ടെത്താൻ പറ്റും ഭൂമിയിൽ എവിടെയാണ് സ്വർണമുള്ളത്. ഇറാഖിനെ ഇങ്ങനെ പിടികൂടാൻ കാരണം പോലും ഇറാഖിന്റെ ഉള്ളിൽ കിടക്കുന്ന സ്വർണത്തിൽ കണ്ണുവെച്ചുകൊണ്ടാണെന്ന് ചില പത്രങ്ങൾ എഴുതി വിട്ടിരുന്നു. യൂഷികു അൻ തഹ്സിറൽ ഫുറാത്ത്. തങ്ങൾ പറഞ്ഞു, മുസ്ലിമീങ്ങളെ നിങ്ങൾ ആരും അത് എടുക്കരുത് കേട്ടോ. ഇറാഖിന്ന് എന്ത് ചെയ്യണ്ട, ഈ സ്വർണം നമ്മളോട് എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ തുടരുത്. സ്വർണത്തിന്റെ ഖനികൾ കൂടിക്കൊണ്ടിരിക്കുന്ന തേനീച്ചയുടെ റാണിക്ക് പിന്നാലെ തേനീച്ച കൂട്ടമായി പറക്കുന്ന പോലെ മസീഹു ദജ്ജാലിന്റെ പിറകെ സ്വർണവും വെള്ളിയും അത് റോളുകളായി അവന്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കും. ജീവനുള്ള മനുഷ്യനെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ജീവനുള്ളൊരു ചെറുപ്പക്കാരന് ഒരു ഈർച്ചവാള് കൊണ്ട് 2 പാതിയായി അവൻ കഷ്ണിച്ചു മാറ്റും. എന്നിട്ട് അവനോട് കൂടിച്ചേരാൻ വേണ്ടി പറയും. ഒരു വേദന പോലും അറിയാത്ത രീതിയിൽ അവൻ ചിരിച്ചുകൊണ്ട് നടന്നു വരും. ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടവൻ പറയും, ഞാൻ അല്ലാഹുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഞാൻ അല്ലാഹുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കില്ലേ? മുഅ്മിനീങ്ങൾ പറയും, അൻത മസീഹുദ് ദജ്ജാൽ, നീ കള്ളനായ ദജ്ജാലാണ്. ഞങ്ങളുടെ അല്ലാഹു തആല അല്ലാഹു ഉലുവൻ കബീറ, ഞങ്ങളുടെ പടച്ചവൻ ഇതല്ലല്ലോ. മുഅ്മിനീങ്ങൾ പറയും, വഫീ ഇഹ്ദാ യദൈഹി ജന്ന വഇഹ്ദാ യദൈഹി നാർ. അവന്റെ ഒരു കൈയിൽ സ്വർഗം പോലെയുള്ളതും മറുകൈയിൽ നരകം പോലെയുള്ളതുമുണ്ട്. അവനിൽ വിശ്വസിക്കാത്തവരെ നരകത്തിലേക്ക് അവൻ എറിയും, അവന്റെ കയ്യിലെ നരകം. പക്ഷേ സത്യവിശ്വാസികൾക്ക് ഒരൽപ്പം പോലും അത് പോറലേൽക്കില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തണുപ്പായി മാറിയ പോലെ അവന്റെ തീ അവർക്ക് തണുപ്പായിരിക്കും. കടുത്ത പരീക്ഷണാണ്. അത് മാത്രമോ, അവനിൽ വിശ്വസിച്ച ആളുകൾക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടും, സമ്പത്ത് എമ്പാടും വർദ്ധിക്കും, അവിടെ കച്ചവടത്തിൽ വലിയ വർധനവ്. അവനിൽ വിശ്വസിക്കാത്ത ആളുകൾക്കാണെങ്കിലോ കൊടിയ ദാരിദ്ര്യവും വരും. ഇത് അല്ലാഹു ചെയ്യുന്ന പരീക്ഷണമാണ്. ഖിയാമത്ത് നാളിനോടടുക്കുമ്പോൾ ഈസ നബി അലൈഹിസ്സലാമിന്റെ പക്ഷം ചേർന്ന് നിന്ന് ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്ന മുഅ്മിനീങ്ങളെ കടഞ്ഞെടുക്കലാണ് അല്ലാഹുവിന്റെ ഡ്യൂട്ടി. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഉറക്കെ വിശ്വസിക്കുകയും അത് ഖൽബിൽ തറക്കുകയും ചെയ്ത് മസ്ജിദുൽ അഖ്സായുടെ മോചനത്തിന് വേണ്ടി ചോര കൊടുക്കാൻ തയ്യാറുള്ള മുസ്ലിമീങ്ങളായ ആളുകൾ മാത്രം ബാക്കി നിന്നാൽ മതി. ഈമാൻ കുറവുള്ള ആളുകളൊക്കെ പൊയ്ക്കോട്ടെ, അവർ മസീഹു ദജ്ജാലിന്റെ കൂടെ. ഈമാൻ ഉറപ്പുള്ളവർ മാത്രം നിന്നാൽ മതി. നബി തങ്ങൾ പറഞ്ഞു, മസീഹു ദജ്ജാലിനെ കണ്ടാൽ നിങ്ങളാരും കൊതിയോടുകൂടെ ഞാനൊന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് റോട്ടിലേക്ക് ജാഥ കാണാൻ ഇറങ്ങുന്ന പോലെ മസീഹു ദജ്ജാലിനെ കാണാൻ നിൽക്കരുതേ. അവരവരുടെ വീടുകളിലേക്ക് പോയി വാതിലടച്ച് ഇരുന്നു കൊള്ളണം. അവനെ കാണേണ്ട അവസ്ഥ വന്നാൽ സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10ഓളം ആയത്തുകൾ അവർ ഓതിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്ത് പഠിച്ചോളി, മനപ്പാടാക്കിക്കോളി.
എപ്പോഴാണ് വരികയെന്നറിയില്ല. കാഞ്ഞങ്ങാട് ടൗണിൽ എത്തുമ്പോഴേക്കാരൻ ദജ്ജാൽ അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടാവുക, പറയാൻ പറ്റില്ല. അവൻ നടക്കുന്നത് അങ്ങനെയാണ്. ബസ്സും കാറൊന്നും ആവശ്യമില്ല. സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ ആയത്ത് 10 ആയത്തുകൾ. വേറെ റിവായത്തിൽ വന്നു അവാഖിറ സൂറത്തുൽ കഹ്ഫി, സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്തുകൾ 10ഓളം ആയത്തുകൾ. ഇത് നിങ്ങൾക്ക് ഓതാൻ കഴിഞ്ഞാൽ ലാ യദുറുഹു, ഈ ദുഷ്ടനായ മസീഹു ദജ്ജാലിന്റെ ഫിത്ന, അതുപോലത്തൊരു ഫിത്ന മുസ്ലിം ലോകം കാണുകയില്ലെന്നും, ഏറ്റവും വലിയ ഫിത്നയാണ്, ഏറ്റവും വലിയ ഫിത്നയാണ്, അതുപോലത്തൊരു ഈമാൻ നഷ്ടപ്പെടുന്ന പരീക്ഷണം ലോക മുസ്ലിമീങ്ങൾ ഖിയാമത്തിന് മുമ്പ് കാണുകയില്ലെന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യം പഠിച്ചോളൂ. സൂറത്തുൽ കഹ്ഫ് മസീഹു ദജ്ജാലിന് കാവൽ കിട്ടുന്ന സൂറയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്ന വിവരം നമ്മൾ ഈ പറയുന്നത്. ആളുകൾ ഇതിനെ പല നിലയ്ക്ക് വ്യാഖ്യാനിക്കും. ഇമ്രാൻ ഹുസൈൻ, അദ്ദേഹമൊക്കെ മസീഹു ദജ്ജാലിന്റെ വിഷയത്തിൽ തെറ്റിദ്ധാരണ പിടിപെട്ട ഒരു പണ്ഡിത, ഇംഗ്ലീഷിലൊക്കെ വേണ്ട പറഞ്ഞ ഒരാളുണ്ട്, ഇമ്രാൻ ഹുസൈൻ. ചെറുപ്പക്കാർക്ക് പറയുന്നതായിരിക്കും. അദ്ദേഹമൊക്കെ ഹദീസിൽ നിന്ന് മാറിയിട്ട് ദജ്ജാൽ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഭരണമാണെന്നും അമേരിക്കൻ ഭരണമാണെന്നൊക്കെ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് ശരിയല്ല. ഹദീസ് പച്ചയായ വന്ന വിഷയമല്ലേ. അത് ആളുടെ പേരാണ്, ഒരു മനുഷ്യന്റെ പേരാണ്. അവൻ ജീവിച്ചിരിപ്പുള്ള ആളാണ്. അവന്റെ മുഖം ഇങ്ങനെയാണ്, അവന്റെ കണ്ണിങ്ങനെയാണ്, അവന്റെ ചേലും കോലവും ഇന്നത്, അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട ആവശ്യമില്ല. അതങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ മതി. ഷാബുൻ ഖത്തത്തുൻ, അവൻ മുടി ജട പിടിച്ച ആളാണ്. അവൻ വലത് കണ്ണ് മൂടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു കണ്ണ് ബാക്കിയുള്ളത് ഐനുഹു കൈനബിൻ ത്വാഫിയ, ഒരു മുന്തിരി തള്ളി നിൽക്കുന്ന പോലെ തള്ളി നിൽക്കുന്ന കണ്ണുള്ള ആളാണ്. മക്തൂബുൻ ബൈന ഐനൈഹി, അവന്റെ 2 കണ്ണുകൾക്കിടയിൽ നെറ്റിയിൽ എഴുതവെക്കപ്പെട്ടിട്ടുണ്ട് ഖ ഫ റ, 3 അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. അവിശ്വാസിയായിട്ടുണ്ട് എന്ന, അവിശ്വാസിയാണെന്ന അടയാളമുള്ള, അത് അർത്ഥം കൊടുക്കുന്ന കഫറ എന്ന 3 അക്ഷരങ്ങളുണ്ട് അവിടെ. യഖറഉഹു കുല്ലു മുഅ്മിനിൻ കാതിബിൻ വഗൈരി കാതിബ്, ഈമാനുള്ള ഏതൊരു മുഅ്മിനും എഴുത്തും വായനയും അറിയട്ടെ അറിയാതിരിക്കട്ടെ അവർക്കൊക്കെ ഇത് വായിച്ചെടുക്കാൻ കഴിയും. ഈമാൻ ഉണ്ടായാൽ മതി. ഖൽബിൽ ഈമാൻ ഉണ്ടെങ്കിൽ അവർക്കത് വായിച്ചെടുക്കാൻ പറ്റും. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഇവൻ ഈ വലസുന്ന കാലത്ത് ഇറങ്ങാൻ പോകുന്നു. യൻസിലു അലൽ മനാറത്തിൽ ബൈളാഇ ശർഖിയ ദിമഷ്ക്, ഡമസ്കസിന്റെ സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസിന്റെ ഈസ്റ്റ് ഭാഗത്തുള്ള ഒരു പള്ളിയുടെ വെളുത്ത 2 മുനാരത്തിലൂടെ സുബ്ഹി നിസ്കാര നേരത്ത് ഇറങ്ങി വരാൻ പോകുന്നു മഹാനായ ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം. ആ പള്ളി പോലും ഇന്ന് നിലവിലുണ്ടെന്നാണ്. അൽ മസ്ജിദുൽ അമവിയ്യ, അൽ മസ്ജിദുൽ അമവിയ്യ. ജോർഡാനിലൊക്കെ ടൂർ പോകുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടത്. ഇന്ന് നിലവിലുള്ള പള്ളിയാണ്. ആ പള്ളി 10-600ഓളം കൊല്ലമായി അത് പരിപാലിക്കപ്പെട്ടു പോരാണ്, അതവിടെ നിലനിർത്തുകയാണ്. ആ പള്ളിയിലൂടെയാണ് ഇറങ്ങി വരിക ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതിന്റെ സ്ഥലം പോലും ഇന്ന് റെഡിയാണ്. യൻസിലു അലൽ മനാറത്തിൽ ബൈളാഇ ശർഖിയ ദിമഷ്ക്, ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഒരു പള്ളിയുടെ വെളുത്ത മുനാരത്തിലൂടെ 2 മലക്കുകളുടെ ചിറകുകളിൽ കൈവച്ചുകൊണ്ട് ഇറങ്ങി വരും സുബ്ഹി നിസ്കാര നേരത്ത്. ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം അവരുടെ മുടിയിൽ നിന്നും കുളിച്ച വെള്ളത്തിന്റെ അടയാളം പോലോത്തത് യഖ്തുറു മിസ്ലുൽ ജുമാനി, മുത്തുപോലെയുള്ള തുള്ളികൾ അവരുടെ മുടിയിൽ നിന്ന് ഉറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ മാലാഖമാരുടെ തോളിൽ കൈവച്ചുകൊണ്ട് മഹാനായ മറിയം ബീവിയുടെ പുത്രൻ ഈസാ നബി അലൈഹിസ്സലാം ആ ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള പള്ളിയുടെ മുനാരത്തിലൂടെ സുബ്ഹി നിസ്കാര നേരത്ത് ഇറങ്ങി വരും. അങ്ങനെ ഇറങ്ങി വരുമ്പോ പള്ളിയുടെ ഉള്ളിൽ സുബ്ഹി നിസ്കാരത്തിന് ഇമാമ നിൽക്കാൻ കാത്തിരിക്കുന്നുണ്ട് മഹാനായ ഇമാമുനാ മഹ്ദി റളിയല്ലാഹു അൻഹു. മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം കൊടുക്കാൻ പോകുന്ന ഇമാമുനാ മഹ്ദിയെ, മഹ്ദി ഇമാം അവിടെ ഉണ്ടായിരിക്കും. മഹ്ദി ഇമാം അവിടെ ഇരിക്കുന്നുണ്ട്.
നിസ്കാരത്തിന്റെ നേരത്ത് ഈസ നബി വരുമ്പോൾ ഫയഅരിഫുൽ മഹ്ദിയു, മഹ്ദി ഇമാം അവരെ കണ്ടാൽ തിരിച്ചറിയുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ മഹ്ദിയു മിൻ അസ്റതി മിൻ ഔലാദി ഫാത്തിമ യുവാതി ഇസ്മുഹു ഇസ്മി വസ്മു അബീഹി ഇസ്മ അബീ ഖൽഖുഹു ഖൽഖി. എന്റെ ശരീരം പോലെ ശരീരമുള്ള ആളാണ്. നബി തങ്ങൾ പറയുമായിരുന്നു, മഹ്ദി എന്ന് പറയുന്ന ആൾ എന്നെ പോലെയുള്ള ആൾ. എന്റെ പേരുണ്ടവർക്ക് എന്റെ വാപ്പയുടെ പേരാണ് അവരുടെ ഉപ്പയുടെ പേര്. മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ തറവാടിലൂടെ വരുന്ന ഫാത്തിമ ബീവിയുടെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയിലൂടെ കടന്നു വരുന്ന ഒരു സയ്യിദാണ്, ഒരു തങ്ങളാണ് ഇമാമുന മഹ്ദി റളിയല്ലാഹു അൻഹു. വരുന്നത് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, പക്ഷേ ഏഷ്യയിൽ നിന്ന്. ബുഖാരി ഇമാമിന്റെ നാടിനടുത്ത് കിടക്കുന്ന ഖുറാസാൻ, ഇന്നത്തെ ഇറാനിന്റെയും ഉസ്ബെക്കിസ്ഥാനിന്റെയും അഫ്ഗാനിന്റെയും ബോർഡറുകളായി കിടക്കുന്ന പ്രദേശത്ത് നിന്ന് ഇദാ റഅയ്തുമുർ റായാത്തിസ്സൂദ് മിൻ ഖിബലിൽ ഖുറാസാൻ ഫദ്നൂഹാ ഫഇന്ന മിൻഹുമുൽ ഇമാമുൽ മഹ്ദി. ഖുറാസാനിന്റെ ഭാഗത്ത് നിന്ന് കറുത്ത കൊടി പിടിച്ചൊരു സംഘം വരുന്നത് കണ്ടാൽ നിങ്ങൾ അവരെ പോയി സ്വീകരിക്കണേ, അവരിലുണ്ടാകും എന്റെ പൗത്രനായ മഹ്ദി, അവരുടെ ഉണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അതുകൊണ്ടാണ് അവിടുത്തെ കുറെ സംഘടനകൾ, അഫ്ഗാനിലൊക്കെ പല സംഘടനകളും ഈ കറുത്ത കൊടി ഉണ്ടാക്കാൻ കാരണം. താലിബാൻ അടക്കം ഈ കറുത്ത കൊടി പിടിക്കുന്നത് മഹ്ദിയുടെ പക്ഷക്കാരാണെന്ന് വരുത്തി തീർക്കാനാണ്. അങ്ങനെ 30ഓളം കള്ളസംഘങ്ങൾ വരുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹ്ദി ഇമാം ഹജ്ജിന് വരുന്ന സമയത്ത് അവിടെ വെച്ചാണ് ലോകത്തുള്ള ആലിമീങ്ങൾ തിരിച്ചറിയുന്നത് ഇത് മഹ്ദിയാണെന്ന്. ഉമ്മ വെക്കുന്ന പേരല്ല അത്, ഉമ്മ വെച്ച പേര് മുഹമ്മദ് എന്നാണ്, വാപ്പയുടെ പേര് അബ്ദുള്ള എന്നാണ്. ഇത് മഹ്ദിയാണ്, മഹ്ദിയാണ്, ബൈഅത്ത് ചെയ്തോളൂ എന്ന് മാലാഖമാർ നിരന്തരം വിളിച്ചു പറയുന്നത് അവിടെ കൂടിയ 7ഓളം പ്രമുഖരായ ആലിമീങ്ങൾ കേൾക്കുമെന്നും അവരാണ് മഹ്ദി ഇമാമിനെ ബൈഅത്ത് ചെയ്യുന്നത്, അവരാണ് പ്രഖ്യാപിക്കുന്നത് ഇത് മഹ്ദിയാണ്. ആ മഹാനായ അല്ലാഹുവിന്റെ റസൂലിന്റെ തറവാടിലൂടെ വരുന്ന പുത്രൻ വരാൻ പോകുന്നത് യംലഉൽ അർള ഖിസ്തൻ വഅദിലാ കമാ മുലിഅതു ദുൽമൻ വജൗറാ. ലോകത്തെ അക്രമവും അരാജകത്വവും കൊലപാതകവും മർഡറും കില്ലിങ്ങും ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നീതി സ്ഥാപിക്കാൻ വരുന്ന ആളാണ് മഹാനായ മഹ്ദി എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 7 വർഷം അവർ ഇസ്ലാമിക ലോകത്ത് നേതൃത്വം കൊടുക്കും. ഒരു ഖലീഫയായി, അള്ളാന്റെ റസൂലിന്റെ ഖലീഫമാരുണ്ടായ പോലെ ഒരു ഖലീഫയായി, ലോക മുസ്ലിമീങ്ങൾക്ക് ഒരു അമീറായി ഇമാമുന മഹ്ദി 7 വർഷം നയിക്കുകയും ആ സമയത്താണ് അൽ മൽഹമത്തുൽ കുബ്ര എന്ന് പറഞ്ഞ മഹായുദ്ധങ്ങൾ നടക്കാൻ പോകുന്നത്. യൂറോപ്പുമായി അമേരിക്കയുമായി മുസ്ലിം രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധം നടക്കാൻ പോകുന്നു. തഖ്തതിലു ഫിഅതാനി അദീമതാനി ദഅവാഹുമാ വാഹിദ. അൽ മൽഹമത്തുൽ കുബ്ര എന്ന മഹാനായ അബൂ നഈം അടക്കമുള്ള ആളുകൾ കിതാബുൽ മലാഹിം, മൽഹമത്ത് അന്ത്യനാളിനോട് മുമ്പ് നടക്കാൻ പോകുന്ന മഹായുദ്ധങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ആ സാഹചര്യങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫസാദുശ്ശാമി ഫസാദുദ്ദുനിയാ. സിറിയയിൽ പ്രശ്നമുണ്ടാകുന്നത് ഫസാദുശ്ശാം, ഷാമിന്റെ പ്രദേശങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ലോകത്തിന്റെ അസമാധാനത്തിന് കാരണമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഷാറുൽ അസദിന്റെയോ അവന്റെ കൂട്ടാളികളുടെയോ ഭരണം മൂലമോ അല്ലാതെയോ സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇമാമുന മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ വരവിന് ആക്കം കൂട്ടുന്ന സംഗതികളാണ്. ഫലസ്തീനിൽ നടക്കുന്ന പ്രശ്നം അതാണ്. ലിബിയയിലും ഇറാഖിലും ഈജിപ്തിലും നടക്കുന്ന പ്രശ്നങ്ങൾ, ഈ പൊളിറ്റിക്കൽ അൺറസ്റ്റ്, ഈ കാലഘട്ടങ്ങളിലാണ് ഇമാമുന മഹ്ദിയെ മുസ്ലിം ലോകം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. യംലഉൽ അർള ഖിസ്തൻ വഅദ്ലാ കമാ മുലിഅതു ദുൽമൻ വജൗറാ. മുസ്ലിമീങ്ങൾക്കെതിരെ അക്രമവും മുസ്ലിമീങ്ങൾക്കെതിരെ കൊടും ക്രൂരതയും അനീതിയും നടക്കുന്ന കാലത്താണ് മഹ്ദി ഇമാം പുറപ്പെടുകയെന്ന് മുസ്തഫ റസൂലുള്ളാഹി.
ഹബീബായ നബിയുടെ വാക്കുകൾ ഓരോന്നോരോന്നായി പുലർന്നു കഴിഞ്ഞ് നമ്മൾ കണ്ടില്ലേ? പരിശുദ്ധ ഖുർആനിന്റെ വാക്കുകൾ പുലർന്ന് നമ്മൾ കണ്ടില്ലേ? ഇനി പുലരാനുള്ള കാണാൻ പോകുന്ന കഥകൾ, കാണാൻ പോകുന്ന സംഭവങ്ങൾ അക്കമിട്ട് പഠിപ്പിക്കുകയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മസീഹുദ് ദജ്ജാൽ അവിടെയുണ്ട്, അവൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സിറിയയിലെ പള്ളികളിൽ ബാരിക്കേഡ് വെച്ചിട്ടുണ്ടാകുമെന്നാണ്. പള്ളികളൊക്കെ സീൽ ചെയ്തിട്ടുണ്ടാവും, പൊതുജനങ്ങൾ കടക്കാൻ പറ്റാത്ത രീതിയിൽ. മഹദി ഇമാമും ഏതാനും മുഅ്മിനീങ്ങളും സുബ്ഹി നിസ്കാരത്തിന് കാത്തു നിൽക്കുമ്പോൾ മാലാഖമാരുടെ തോളിൽ കൈവച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം നബി ഇറങ്ങി വരാണ്. മഹദി ഇമാം പറയും, ഈസ നബിയെ നിങ്ങൾ ഇമാം നിൽക്കുക, തഖദ്ദം, നിങ്ങൾ ഇമാം നിൽക്കുക എന്ന് പറയും. ഇമാമുക്കും മിൻകും, നിങ്ങളുടെ ഇമാം നിങ്ങളിൽ നിന്നുള്ള ഒരാളാവട്ടെ, ഞാൻ നിൽക്കില്ല, നിങ്ങളിൽ ഒരാൾ. ഫയതഖദ്ദമുൽ മഹ്ദിയു, അന്നേരം മഹദി ഇമാം മിഹ്റാബിലേക്ക് നിൽക്കുകയും ഈസാ നബി മഅ്മൂമായി ആദ്യത്തെ ഭൂമിയിലെ സുബ്ഹി ഈസാ നബി അലൈഹിസ്സലാം ഈ ഉമ്മത്തിന്റെ കൂടെ നിസ്കരിക്കുമെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയാണ് ഈസാ നബി അലൈഹിസ്സലാം മസീഹുദ് ദജ്ജാലിനെ തേടി പുറപ്പെടുന്നത്. ഫയറാഹുൽ മസീഹുദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാൽ ഈസാ നബിയെ കാണും. ഫയദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ, ഈസാ നബിയെ കാണുമ്പോഴേക്കും ഉപ്പ് വെള്ളത്തിൽ അലിയുന്ന പോലെ മസീഹുദ് ദജ്ജാൽ വിറച്ചലിഞ്ഞുകൊണ്ടിരിക്കും. ഫയത്ബഉഹു, ഈസാ നബി അവനെ പിടിക്കാൻ വേണ്ടി പിന്നാലെ കൂടുകയും ഫയഖ്തുലുഹു ബിബാബി ലുദ്ദിൻ, ലുദ്ദിന്റെ കവാടത്തിൽ വെച്ച്, ഇന്നത്തെ ഇസ്രായേലിലെ ലുദ് എന്ന പട്ടണത്തിന്റെ ഗേറ്റിൽ വെച്ച്, ബോർഡറിൽ വെച്ച് മസീഹുദ് ദജ്ജാലിനെ ഈസാ നബി അലൈഹിസ്സലാം പിടികൂടുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കൃത്യമായി പറഞ്ഞു തന്നിരിക്കുകയാണ്. എന്നിട്ട് ഈസാ നബി ജീവിക്കും ഇവിടെ ഒരു 40 വർഷം കൂടെ. മരിക്കുന്നത് 73-ാമത്തെ വയസ്സിലായിരിക്കും. ആ കാലഘട്ടത്തിനിടയിൽ ഈസാ നബി അലൈഹിസ്സലാം കുരിശുകളെ തകർക്കുകയും വയഖ്തുലുൽ ഖിൻസീറ, പന്നികളെ വധിക്കുകയും. ഈസാ നബിയെ ദൈവമാണെന്ന് പറഞ്ഞവരോട് ഞാൻ ദൈവമോ ദൈവപുത്രനോ അല്ലെന്നും ഞാൻ അല്ലാഹുവിന്റെ തിരുദൂതൻ മാത്രമായിരുന്നുവെന്നും അവരെ തിരിച്ച് അറിയിക്കുകയും അവരെ ദീനിലേക്ക്, ഇസ്ലാമിലേക്ക് മടക്കി കൊണ്ടുവരികയും ചെയ്യും. അഹ്ലിൽ കിതാബി ഇല്ലാ ലയുഅ്മിനന്ന ബിഹി ഖബ്ല മൗതി, ഈസാ നബി വഫാത്താകുന്നതിന്റെ മുമ്പ് സർവ്വ കിതാബിന്റെ ആളുകളും ക്രിസ്ത്യാനികളും ജൂതന്മാരും അല്ലാഹുവിൽ വിശ്വസിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ. എന്താ ഇന്നും ക്രിസ്ത്യാനികൾ ഈസാ നബി വരുന്നവരെ, ഈസാ നബി വന്നാൽ അവർ വഫാത്താകുന്നതിന്റെ മുമ്പ് ഖബ്ല മൗതിഹി, ഈസാ നബി മൗത്തായിട്ടില്ല. ഈസാ നബി വഫാത്താകുന്നതിന്റെ മുമ്പ് എല്ലാ വേദം നൽകപ്പെട്ടവരും ക്രിസ്ത്യാനികളും ജൂതന്മാരും അടക്കമുള്ളവർ അല്ലാഹുവിന്റെ സത്യമായ ദീൻ ഇസ്ലാം ശരിയാണെന്നവർക്ക് ബോധിക്കുക തന്നെ ചെയ്യും. അതിന് വരുന്ന മഹാനാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. കല്യാണം കഴിക്കും, മക്കള് ജനിക്കും. പരിശുദ്ധമായ റൗള ഷരീഫിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയുടെ അരികത്ത് തന്നെ അവർക്ക് ഖബർ കുഴിക്കപ്പെടുമെന്നും പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയും. യാ അല്ലാഹ്, എന്തായിരിക്കും അവസ്ഥ അല്ലേ? ഈസാ നബി വന്ന ആദ്യത്തെ 2 ദിവസമൊക്കെ പത്രങ്ങൾ അങ്ങനെ എഴുതും, ന്യൂസിലൊക്കെ അങ്ങനെ കാണും. പിന്നെ നമുക്കൊരു സാധാരണ സംഭവം അങ്ങനെ ഉണ്ടാവുക. മസീഹുദ് ദജ്ജാൽ വന്നോ, പടച്ചോനെ വന്നോ, വന്നു എന്നതായി കഴിഞ്ഞ ആദ്യത്തെ കുറച്ച് ദിവസം സർവ്വസ്ഥമാരും വേള തന്നെയാക്കാറ് എല്ലാ മെമ്പറിലും മസീഹുദ് ദജ്ജാൽ. പിന്നെ നമ്മള് അപ്പൊ അയാൾ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ അശ്രദ്ധയിലായി പോകുന്ന. സുബ്ഹാനല്ലാഹ്, ആ ഗൗരവം നഷ്ടപ്പെടുന്നു. അല്ലാഹു കാക്കട്ടെ, നമ്മുടെ ഈമാൻ അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് തഹയ്യാത്തിന്റെ അവസാനത്തിൽ പോലും വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, അല്ലാഹുവേ മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് കാവൽ തരയണമേ. ദുആ ഇറക്കാൻ പറഞ്ഞു. അല്ലാഹു നമുക്ക് കാവൽ തരട്ടെ. ഈസാ നബി അലൈഹിസ്സലാം വലിയ ത്യാഗം ചെയ്യാൻ പോകുന്ന നബിയാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം വരുമ്പോഴേക്കും യഅജൂജ് മഅജൂജുകളെ അല്ലാഹു അയച്ചിട്ടുണ്ടാകും. യഅജൂജ് മഅജൂജുകൾ
സൂറത്തുൽ കഹ്ഫിൽ തന്നെ അവസാന ഭാഗത്ത് യഅജൂജ് മഅജൂജിനെ കുറിച്ചൊരു പരാമർശമുണ്ട്. ആ ആയത്താണ് ഞാൻ ആദ്യത്തിൽ ഓതി വെച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹത്താ ഇദാ ബലഗ ബൈനസ് സദ്ദൈനി വജദ മിൻ ദൂനിഹിമാ ഖൗമൻ ലാ യകാദൂന യഫ്ഖഹൂന ഖൗലാ قالوا يا ذا القرنين إن يأجوج ومأجوج مفسدون في الأرض فهل نجعل لك خرجا على أن تجعل بيننا وبينهم سدا قال ما مكني فيه ربي خير فأعينوني بقوة أجعل بينكم وبينهم ردما آتوني زبر الحديد حتى إذا ساوى بين الصدفين قال انفخوا حتى إذا جعله نارا قال آتوني أفرغ عليه قطرا فما استطاعوا أن يظهروه وما استطاعوا له نقبا قال هذا رحمة من ربي فإذا جاء وعد ربي جعله دكاء وكان وعد ربي حقا. വിശദമായി മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തിയെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ദുൽഖർനൈൻ ചക്രവർത്തിയുടെ യഥാർത്ഥ പേര് സൈറസ് രണ്ടാമൻ എന്നാണ്. സൈറസ് രണ്ടാമൻ, സൈറസ് അഥാനി അദ്ദേഹത്തിന്റെ പേരതാണ്. ദുൽഖർനൈൻ സ്ഥാനപ്പേരാണ്. രണ്ട് കൊമ്പിന്റെ ആള് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും കീഴടക്കിയത് കൊണ്ട് രണ്ടറ്റങ്ങളെ കീഴടക്കിയ ആൾ എന്നർത്ഥത്തിലാണ് ദുൽഖർനൈൻ, രണ്ട് കൊമ്പിന്റെ ആൾ. അറബിയിലെ പ്രയോഗം അങ്ങനെയാണ്, ചില കവിതകളിൽ കാണാൻ പറ്റും അങ്ങനെ. ദുൽഖർനൈനി, രണ്ട് കൊമ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രദേശങ്ങൾ കൈയടക്കി വെച്ച ആളുകൾക്കൊക്കെ അങ്ങനെ പറയും. ദുൽഖർനൈൻ, രണ്ട് കൊമ്പ് കിഴക്കും പടിഞ്ഞാറും കയ്യിലാണ്. ലോകം ഭരിച്ച 4 പേരുണ്ട്. 2 പേർ മുസ്ലിമീങ്ങളാണ്, 2 പേർ മുസ്ലിമീങ്ങളായ 2 പേർ. ഒന്ന് ദുൽഖർനൈൻ സൈറസ് രണ്ടാമൻ റളിയല്ലാഹു അൻഹു, രണ്ടാമത്തേത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം. അമുസ്ലിമീങ്ങൾ ഒന്ന് അലക്സാണ്ടർ ദി ഗ്രേറ്റ്, മറ്റൊന്ന് നെബുക്കദ്നേസർ ബുഖ്തനസർ. ഈ 2 അമുസ്ലിമീങ്ങൾ ലോകം ഭരിച്ചവരാണ്. 2 മുസ്ലിമീങ്ങൾ. ദുൽഖർനൈൻ ചക്രവർത്തിയുടെ ചരിത്രം അല്ലാഹു സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗം ഹത്താ ഇദാ ബലഗ ബൈനസ് സദ്ദൈനി, 2 കെട്ടുകളുടെ ഇടയിലെത്തിയപ്പോൾ വജദ മിൻ ദൂനിഹിമാ ഖൗമൻ ലാ യകാദൂന യഫ്ഖഹൂന ഖൗലാ. അവിടെ ചില ആളുകളെ കണ്ടു. മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തി സൈറസ് രണ്ടാമൻ റളിയല്ലാഹു അൻഹു. നമ്മുടെ ഫറോവന്റെ പേരെന്തായിരുന്നു എന്നാ പറഞ്ഞത്? ഫിർഔന്റെ പേരെന്തായിരുന്നു? റംസീസ് രണ്ടാമൻ. ദുൽഖർനൈനിന്റെ പേര് സൈറസ് അഥാനി, സൈറസ് രണ്ടാമൻ. അവിടെ എത്തിയപ്പോ ആ ജനങ്ങൾക്ക് ഒരു ഭാഷയും അവരോട് പറഞ്ഞവർക്ക് മനസ്സിലാവുന്നില്ല. ലാ യഫ്ഖഹൂന ഖൗലാ. ദുൽഖർനൈനി പറയുന്നത് ഭാഷ അവർക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ഒരു ദ്വിഭാഷയുടെ ആവശ്യം വന്നു. ഖാലൂ, അങ്ങനെ അവർ പറയുകയാണ് ദുൽഖർനൈനിയോട്, യാ ദൽ ഖർനൈനി, അല്ലയോ ദുൽഖർനൈൻ, ഇന്ന യഅജൂജ വമഅജൂജ്, തീർച്ചയായും യഅജൂജുകളും മഅജൂജുകളും മുഫ്സിദൂന ഫിൽ അർളി, ഭൂമിയിൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്, ഫസാദ് ഉണ്ടാക്കുന്നുണ്ട്. യഅജൂജുകളും മഅജൂജുകളും ഫഹൽ നജഅലു ലക ഖർജ, ഞങ്ങൾ നിങ്ങൾക്ക് ചുങ്കം പിരിച്ചു തരാം. ഖർജൻ, നിങ്ങൾക്ക് ടോൾ പിരിച്ചു തരാം. എന്തിന്? അലാ അൻ തജ്അല ബൈനനാ വബൈനഹും സദ്ദാ, അവർക്ക് ഞങ്ങളിലേക്ക് വരാതിരിക്കാൻ. ഈ 2 മലകളുടെ താഴ്വരയിലൂടെ അവർ വരുന്നുണ്ട്. ഈ 2 മലയുടെ ഉൾഭാഗം നിങ്ങൾ അടച്ചു തന്നാൽ നിങ്ങൾക്ക് ഞങ്ങൾ കാശു തരാം. ആര് പറഞ്ഞു? ആ പ്രദേശത്തുകാർ. എന്താ ദുൽഖർനൈനിയുടെ മറുപടി? ഖാല, ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ മക്കന്നി ഫീഹി റബ്ബി ഖൈറുൻ ഫഅഈനൂനി ബിഖുവ, നിങ്ങൾ എനിക്ക് പൈസ ഒന്നും തരണ്ട, നിങ്ങൾ ആരോഗ്യം കൊണ്ട് എന്നെ സഹായിക്കണം. അജ്അൽ ബൈനകും വബൈനഹും റജ്മാ, അവർക്ക് നിങ്ങളിലേക്ക് വരാതിരിക്കാൻ ഞാനൊരു മതിലുണ്ടാക്കി തരാം.
حتى إذا ساوى بين الصدفين قال انفخوا حتى إذا جعله نارا قال آتوني أفرغ عليه قطرا. ഇരുമ്പിന്റെ ബ്രിക്സുകളായിരുന്നു. ഇരുമ്പിന്റെ ബ്രിക്സുകൾ, ഇരുമ്പിന്റെ കല്ലുകൾ, ഇഷ്ടിക ഇരുമ്പിന്റേത്. അത് പഴുപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഹത്താ ഇദാ ജഅലഹു നാറൻ, അത് പഴുത്ത് ചൂടായപ്പോൾ ആതൂനി ഉഫ്രിഗ അലൈഹി ഖിത്റ, ഞാൻ അതിന്റെ മേൽ മെൽറ്റായ കോപ്പർ അതിലേക്ക് ഒഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ബ്രിക്സുകളെ ബലിഷ്ഠമായി പടച്ചു മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തി റളിയല്ലാഹു അൻഹു. നബിയാണെന്ന് അഭിപ്രായമുണ്ട്, നബി അല്ല എന്ന അഭിപ്രായമുണ്ട്. ദുൽഖർനൈനെ സംബന്ധിച്ച് വലിയ മഹാനായ മനുഷ്യനായിരുന്നു. എവിടെയാണ് ഈ മല ഉള്ളത്? അതാണ് നമുക്ക് ആദ്യം മനസ്സിൽ വരല്ലേ. എവിടെയായിരിക്കും ഈ മല? ആ മലയുടെ അപ്പുറത്ത് യജൂജ് മഅജൂജുകളെ തളച്ചിട്ടു. അവർക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ അള്ളാഹു അവരെ ബ്ലോക്ക് ചെയ്തു. ഈ മതിലുണ്ടാക്കിയത് ആരാണ്? മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തി റളിയല്ലാഹു അൻഹു. ഈ മലയല്ല ചൈന മല, ചൈനയിലെ മതിൽ, ചൈനയുടെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന, അതല്ല ഈ ദുൽഖർനൈൻ തങ്ങൾ ഉണ്ടാക്കിയ മതിൽ, അതല്ല കേട്ടോ, അതല്ല. ഇതെവിടെയാണുള്ളത്? ഈ മതിൽ എവിടെയാണ്? അതിനെ സംബന്ധിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നു. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു 10ഓളം സ്വഹാബികളെ തുർക്കിയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് ഈ മതിൽ കാണിച്ചു കൊടുക്കാൻ. പഴയ തുർക്കി, ഇന്നത്തെ അർമീനിയയുടെ ഭാഗമായിരിക്കുന്ന ഭാഗം, അർമീനിയയുടെ പരിസരത്ത് വിലാദി ഖുഖാസിനും തിഫ്ലിസിനും ഇടയിലുള്ള ദാരിയാൽ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. നിറയെ മലകളുള്ള പ്രദേശമാണ്. ആ ദാരിയാൽ ചുരത്തിലാണ് മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തി ഉണ്ടാക്കിയ മതിലുള്ളത് എന്ന് മഹാനായ തർജുമാൽ ഖുർആന്റെ മുഫസ്സിർ അബുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ അർമീനിയയുടെ ഭാഗം, പഴയ തുർക്കി, ഇന്നത്തെ തുർക്കിയല്ല. അവിടെ നിന്ന് അങ്ങോട്ട് നോർത്തിലേക്ക് കയറിയാൽ വിലാദി ഖുഖാസിക്കും തിഫ്ലിസിനും ഇടയിൽ ദാരിയാൽ ചുരമുണ്ട്. ആ ചുരത്തിലെ 2 മലകൾക്കിടയിലുള്ള ഭാഗം ഇരുമ്പിന്റെ കട്ട കൊണ്ടുണ്ടാക്കിയ മതിൽ ഇന്നവിടെയുണ്ട്. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അന്ന് വരെ ആളയച്ചിട്ടുണ്ട് അത് കാണാൻ, അത് പഠിച്ചു വരാൻ വേണ്ടി. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നമ്മുടെ മുഫസ്സിരീങ്ങളൊക്കെ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. യജൂജ് മഅജൂജുകൾ അന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആരാണ് യജൂജ് മഅജൂജുകൾ? ഇവർ ഒറിജിൻ മംഗോളിയക്കാരാണെന്നാണ്. മംഗോളിയൻസ് BC 9th സെഞ്ചുറിയിൽ കാസ്പിയൻ കടലിന്റെ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് അക്രമങ്ങൾ ചെയ്ത ആളുകളെ സംബന്ധിച്ച് ചരിത്രമുണ്ട്. ഇവർ അക്രമകാരികളായിരുന്നു, വെറും അക്രമം. തർത്താരികൾ ഇവരുടെ ബാക്കിയാണ്. ചെങ്കീസ് ഖാൻ യജൂജ് മഅജൂജിന്റെ പരമ്പരയിൽ വന്ന ആളാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലമായപ്പോഴേക്കും സംസ്കാരമുള്ള ആളുകളായി മാറി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വിന്യസിക്കപ്പെട്ടു പോയി ഈ കുടുംബം. 2 തറവാടുകളാണ് യജൂജ് മഅജൂജ്, ഗോഗ് ആൻഡ് മാഗോഗ്. ഗോഗ് ആൻഡ് മാഗോഗ്, യജൂജ് മഅജൂജ്, അങ്ങനെ ചരിത്രത്തിൽ അറിയപ്പെടുക. പഴയ മംഗോളിയയുടെ 2 നഗരങ്ങളുടെ പേരാണ് ഗോഗും മാഗോഗും. ഗോഗ് മാഗോഗ്, യജൂജ് മഅജൂജ്. ഇന്നെവിടെയാണെന്ന് അവരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അള്ളാഹു അവരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന്. ഇതുപോലെ മസീഹു ദജ്ജാൽ ഒളിപ്പിച്ചു വെച്ചില്ലേ, അതുപോലെ ഹെലികോപ്റ്റർ മേലെ പോയിട്ടൊന്നും കാണാൻ പറ്റൂല. അവരെ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചൊരു സമൂഹമാണ്. അന്ത്യനാളിനോടടുക്കുമ്പോൾ മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ, ലോകത്ത് എവിടെയെല്ലാം ഉയരമുള്ള മലകളുണ്ടോ അവിടെ നിന്നെല്ലാം കൂട്ടമായി ഇവർ വരും. ഇവരുടെ കയ്യിൽ തോക്കുകളുണ്ട്, അമ്പുകളുണ്ട്, കൊല്ലാനുള്ള എല്ലാ സാധനങ്ങളും. മനുഷ്യരെ കൊല്ലലല്ലാതെ മറ്റൊരു ഹോബിയും ഇവർക്കില്ല. അങ്ങനത്തെ 2 കൂട്ടരാണ് യജൂജുകളും മഅജൂജുകളും. മഹാനായ മഹാപ്രവാചകൻ ഈസ നബിയെയും അവരോടൊപ്പമുള്ള സത്യവിശ്വാസികളെയും ബൈത്തുൽ മുഖദ്ദസിന്റെ അരികത്ത് സീനാ മലയിൽ കൊണ്ടുപോയി ഉപരോധം ഏർപ്പെടുത്തും. മുസ്ലിമീങ്ങൾക്ക് താഴെയിറങ്ങി വരാൻ പറ്റില്ല. ഭക്ഷണം പോലും കൊടുക്കാതെ ദിവസങ്ങളോളം സീസ് ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നേരം ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുമത്രേ, അല്ലാഹ് പടച്ചവനെ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണം, യജൂജ് മഅജൂജിനെ നശിപ്പിക്കണേ എന്ന് മഹാനായ പ്രവാചകൻ ദുആ ചെയ്യുമ്പോൾ ഫയുർസിലു അലൈഹിമുൻ നഗഫ, നഗഫ് എന്ന് പറയുന്ന ഒരു തരം പുഴുക്കൾ, അത് ഒട്ടകത്തിന്റെ തലയിൽ കാണുന്ന പുഴുക്കളാണ്. ആ പുഴുക്കളെ അല്ലാഹു അയച്ചു കൊടുക്കും. ആ പുഴുക്കൾ തലയിൽ വീഴുന്നതോടുകൂടെ യജൂജ് മഅജൂജുകളിൽ ഓരോരുത്തരും ചത്തൊടുങ്ങുകയാണ്, മരിച്ചു വീഴുകയാണ്. യജൂജ് മഅജൂജുകൾ നടന്നു പോകുന്ന സർവ്വ കിണറും സർവ്വ
സർവ്വ ജലാശയങ്ങളും ഉപ്പുവെള്ളം പോലും കുടിച്ചു തീർക്കുമെന്ന് ഹദീസിനുണ്ട്. അതുകൊണ്ടാണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനോട് അന്നൊരിക്കൽ ആ ദ്വീപിൽ വെച്ച് മസീഹു ദജ്ജാൽ പറഞ്ഞത്, സുഗർ തടാകം വറ്റിപ്പോകും, തൊബരി തടാകം വറ്റിപ്പോകും, ഇവർ കുടിച്ചു തീർക്കുന്നതാണ്, കുടിച്ചു തീർക്കും. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരങ്ങൾ, ഖിയാമത്തിന്റെ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്ന പ്രധാന പ്രദേശം ഇന്നത്തെ സിറിയയാണ്, ജോർഡാനാണ്, ഫലസ്തീനാണ്, ലെബനോനാണ്. ഈ പ്രദേശങ്ങളാണ് ഖിയാമത്തിന്റെ അവസാനത്തെ അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്ന സ്ഥലങ്ങൾ. ഇത് ലോകത്തെ ഹോട്ട് ടോപ്പിക് അതാണ്. സിറിയ, ജോർഡാൻ, ഫലസ്തീൻ, ലെബനോൻ, ഈ പ്രദേശങ്ങളാണ്. ഇവിടെയാണ് ഇതൊക്കെ നടക്കാൻ പോകുന്നത്. യജൂജ് മഅജൂജിന്റെ ലക്ഷക്കണക്കിന് ആളുകളുടെ ശവശരീരം ഭൂമിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അതൊന്ന് ഡിസ്പോസ് ചെയ്യാൻ കഴിയാതെ പ്രയാസപ്പെട്ട് ദുർഗന്ധം വമിക്കാൻ തുടങ്ങുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്യുമത്രേ, അല്ലാഹുവേ നിന്റെ ഭൂമിയെ ശുദ്ധിയാക്കിത്താ അല്ലാഹ്. ഫയൻസിലുല്ലാഹു അലൈഹിം മതറാ, അല്ലാഹു ഒരു മഴ വർഷിപ്പിക്കും. ആ മഴ പെയ്യുന്നതോടുകൂടെ ഒട്ടകത്തിന്റെ കഴുത്ത് പോലെ നീളമുള്ള വണ്ണമുള്ള കഴുത്തുള്ള പക്ഷികൾ വന്ന് ഈ ഡെഡ് ബോഡികൾ പൊക്കിയെടുക്കുമെന്നും ഓരോ യജൂജിന്റെയും മഅജൂജിന്റെയും ശവശരീരം പൊക്കിയെടുത്തുകൊണ്ട് ഇന്നത്തെ ഇസ്രായേലിൽ കിടക്കുന്ന നെഹ്ബൽ എന്ന് പറഞ്ഞ പ്രദേശത്ത് കുപ്പത്തൊട്ടിയായി സങ്കല്പിക്കാം. അവിടെയാണ് ഈ സർവമാന വേസ്റ്റുകളും കൊണ്ടുപോയി പക്ഷികൾ പൊക്കിയെറിയുക. എന്നിട്ടാണ് മഴ പെയ്യുന്നത്. കണ്ണാടിച്ചുള്ളി പോലെ സുവർണമായി സുന്ദരമായ വെളിച്ചമുള്ള തെളിമയുള്ള മണ്ണായി അള്ളാഹു ഭൂമിയെ മാറ്റുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് അല്ലാഹു തആല സത്യവിശ്വാസികൾക്ക് സുന്ദരമായ ചില വർഷങ്ങൾ സമ്മാനിക്കും. പകലിൽ മനോഹരമായ വെയില്, രാത്രി എല്ലാവരും വീട്ടിലെത്തി കഴിഞ്ഞാൽ മനോഹരമായ മഴ. സുബഹിയാകുമ്പോൾ മഴ തീർന്നു, നല്ല വെളിച്ചം, പകലിൽ നല്ല വെളിച്ചം. അന്നുണ്ടാകുന്ന ഒരു ഉറുമാമ്പഴം കൊണ്ട് ഒരു വീട്ടുകാർക്ക് മുഴുവൻ തിന്നാൻ മാത്രമുള്ള ഉറുമാമ്പഴം അന്ന് ബറക്കത്ത് കൊണ്ട് അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആടുകൾക്ക് പാലുകൾ കൂടുതൽ, ഭക്ഷണത്തിൽ ബറക്കത്ത്, എല്ലാറ്റിലും ബറക്കത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫയുർസിലുല്ലാഹു അലൈഹിം നസീമാ, അല്ലാഹു ഒരു നസീമിനെ പറഞ്ഞയക്കും. നസീം എന്ന് പറഞ്ഞാൽ ബ്രീസ്, മന്ദമാരുതൻ, തണുത്ത കാറ്റ്. ആ കാറ്റ് സർവവിശ്വാസികളെയും സമീപിക്കും. ഏതെങ്കിലും ഗുഹയുടെ ഉള്ളിൽ പോയി ഒളിച്ചിരിക്കുന്ന വിശ്വാസിയാണെങ്കിൽ പോലും ആ മുസ്ലിമിനെ പോലും ഈ മന്ദമാരുതൻ വന്ന് സമീപിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാറ്റ് തട്ടുന്നതോടുകൂടെ സർവവിശ്വാസികളും മരിച്ചു പോകുമെന്ന്, എല്ലാ മുഅ്മിനീങ്ങൾക്കും അങ്ങനെ മരണം സംഭവിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഭൂമിയിൽ മുസ്ലിം ബാക്കിയാകുന്നില്ല, പിന്നെ ഭൂമിയിൽ മുസ്ലിമില്ല. ഇനി അല്ലാഹു ലോകത്തിന്റെ അവസാനം നടത്താൻ പോവുകയാണ്. ലാ തഖൂമുസ്സാഅതു ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്. ലോകത്ത് മോശപ്പെട്ടവർ മാത്രം ജീവിക്കുന്ന കാലത്താണ് ലോകാവസാനം നടക്കുകയെന്ന് മുത്ത് റസൂലുള്ളാഹി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയിൽ സത്യവിശ്വാസികൾ മുഴുവനും മരിച്ചു പോകുന്നു. അല്ലാഹു കൊണ്ടുപോകുകയാണ്, എല്ലാവരും കൊണ്ടുപോയി. ലാ തഖൂമുസ്സാഅതു ഹത്താ ലാ യുഖാല ഫിൽ അർളി അല്ലാഹ് അല്ലാഹ്. അല്ലാഹ് എന്ന് വിളിക്കുന്ന ഒരു മനുഷ്യൻ ഒരാളെങ്കിലും ലോകത്ത് ബാക്കിയുണ്ടെങ്കിൽ അതുവരെ ലോകത്ത് അല്ലാഹു നശിപ്പിക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് രസകരമായൊരു സംഭവം ഉണ്ട് ഇതില്. കാരണം മുസ്ലിം ബാക്കിയുണ്ടെങ്കിലാണ് ലോകത്ത് ബാക്കിയുള്ള എല്ലാ സാധനങ്ങൾക്കും ഇബാദത്തിന് ഖിബലയുണ്ടാവുകയുള്ളൂ. നമ്മുടെ പള്ളിയിൽ കാണത്തിൽ പറഞ്ഞില്ലേ കുട്ടികളെ, നമ്മളെ താലിമി കണ്ടല്ലോ അവിടെ. രസകരമായൊരു ഹദീസ് ഉണ്ട്, ഞാനത് അനുസ്മരിക്കുകയാണ്. ഹദീസ് عن أبي ذر رضي الله عنه عن النبي صلى الله عليه وسلم أنه قال. അബൂദർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നബി തങ്ങൾ, അന്ന് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുകയാണ്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, യാ അബൂദർ, അല്ലയോ അബൂദർ, അതദ്രി ഐന തദ്ഹബു ഹാദിഹി യുമോ. ഈ ഹദീസ് ഒരൽപ്പം ശ്രദ്ധിച്ച് അർത്ഥം മനസ്സിലാക്കേണ്ട ഹദീസാണ്. സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഹദീസാണ്.
എങ്ങോട്ടാണ് ഈ സൂര്യൻ പോകുന്നത് നിങ്ങൾക്കറിയുമോ? അപ്പൊ അവരെന്ത് പറഞ്ഞു? അല്ലാഹു വറസൂലുഹു അലം, എനിക്കറിയില്ല നബിയേ. ഖാല, നബി തങ്ങൾ പറഞ്ഞു, തദ്ഹബു തസ്ജുദു തഹ്തൽ അർശി, അർശിന്റെ താഴെ പോയി സുജൂദ് ചെയ്യാൻ പോവുകയാണ് സൂര്യൻ. ഫതസ്ജുദു ഫയുഖ്ബലു മിൻഹാ, അത് സുജൂദ് ചെയ്യും, ആ സുജൂദ് അല്ലാഹു സ്വീകരിക്കും. പിന്നെയും സുജൂദ് ചെയ്യും. അങ്ങനെ ഒരു നാൾ വരും, അന്ന് സൂര്യൻ സുജൂദ് ചെയ്യുമ്പോൾ ഫലാ യുഖ്ബലു മിൻഹാ, ആ സുജൂദ് സൂര്യനിൽ നിന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. വയുഖാലു ലഹാ, സൂര്യനോട് പറയപ്പെടും, ഇദ്ഹബി മിൻ ഹൈതു ജിഇതി ഇർജിഇ മിൻ ഹൈതു ജിഇതി, നിങ്ങൾ എവിടെന്നാണോ, നീ എവിടെന്നാണോ വന്നത് ആ വഴിക്ക് തന്നെ തിരിച്ചുപോ എന്ന് അല്ലാഹു പറയും. ഫതതുലു മിൻ മഗ്രിബിഹാ, അത് പടിഞ്ഞാറ് നിന്ന് അന്നേരമാണ് ഉദിക്കുകയെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമീങ്ങളൊക്കെ മരിച്ചു, ഇവിടെ ഒരുപാട് മോശപ്പെട്ട ആളുകൾ ബാക്കി നിൽക്കുന്ന നേരം. ആ നേരത്താണ് സൂര്യന്റെ സുജൂദ് അല്ലാഹു സ്വീകരിക്കാതെ വരുന്നത്. സുജൂദ് സ്വീകരിക്കണമെങ്കിൽ നമുക്കൊരു ഷർത്തുണ്ട്. നിസ്കരിക്കണമെങ്കിൽ വുളു എടുക്കണം, ഖിബിലയിലേക്ക് മുന്നിടണം, അപ്പോഴല്ലേ നിസ്കാരം ശരിയാവുള്ളൂ. ഖിബില ശരിയാവണ്ടേ? ഖിബില ശരിയായാലേ നമ്മുടെ നിസ്കാരം സ്വീകരിക്കപ്പെടൂ. അങ്ങനെ നമ്മുടെ ഖിബിലയാണ് പരിശുദ്ധമായ കഅബാലയം. മക്കയിൽ കിടക്കുന്ന കഅബ നമ്മുടെ നിസ്കാരത്തിന്റെ ഖിബിലയാണ്. അങ്ങോട്ടാണ് നമ്മൾ മുന്നിടുന്നത്. നിസ്കാരം അല്ലാഹുവിന്, നമ്മുടെ ഖിബില കഅബയിലേക്ക്. എന്നാൽ സൂര്യന് സുജൂദുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ, വൃക്ഷങ്ങൾക്ക് സുജൂദുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. വന്നജ്മു വശ്ശജറു യസ്ജുദാൻ, ചെറിയ ചെറിയ സസ്യങ്ങളും വലിയ വലിയ സസ്യങ്ങളും സുജൂദ് ചെയ്യുന്നുണ്ട്. ഒരർത്ഥം നജ്മിന്, ചെറിയ സസ്യങ്ങൾക്ക് നജ്ം എന്ന് പറയും. വന്നജ്മു, താരകങ്ങളും നക്ഷത്രങ്ങളും, വശ്ശജറു, സസ്യവും സുജൂദ് ചെയ്യുന്നുണ്ട്. യസ്ജുദു ലില്ലാഹി, അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. യുസബ്ബിഹു ലില്ലാഹി, അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. എത്ര പ്രയോഗങ്ങളാണ് ഖുർആനിൽ. മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സർവ്വതും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. വകസീറും മിനൻ നാസ്, കുറേ മനുഷ്യന്മാരും അല്ലാഹുക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി, ആകാശഭൂമിയിലുള്ളവർ അല്ലാഹുക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. കുറേ മനുഷ്യരും, അല്ലാഹുക്ക് സുജൂദ് ചെയ്യാത്ത മനുഷ്യരുമുണ്ട്. കുറേ മുസ്ലിമീങ്ങൾ അങ്ങനെയാണ്. അല്ലാഹുക്കല്ല സുജൂദ് ആർക്കൊക്കെ ചെയ്യുന്നുണ്ട്, ഏതൊക്കെയോ ദൈവങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. ഈ ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാം പടക്കാൻ കഴിവുള്ള ഒരാളാവണ്ടേ? അതല്ലേ ഏകദൈവ വിശ്വാസല്ലേ യുക്തിക്ക് യോജിക്കുള്ളൂ. ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും കഴിവുള്ള ആൾ. അങ്ങനത്തെ 10 എങ്ങനെ സങ്കല്പിക്കാൻ പറ്റുക? ഒന്നല്ലേ യുക്തം, ഒരു പടച്ചവൻ, ഏക ബ്രഹ്മം. ദൈവം എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ പറ്റുള്ളൂ. 2 ദൈവം ഉണ്ടെങ്കിൽ ആര് പറഞ്ഞത് അവിടെ നടക്കുക? ഒരാൾ പറഞ്ഞ് നടന്നില്ലെങ്കിൽ മറ്റാൾ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടില്ലേ? ദൈവം എന്ന് വിളിക്കാൻ പറ്റുമോ? ഇസ്ലാമിന്റെ ഏകദൈവ സിദ്ധാന്തം ഏറ്റവും വലിയ ലോജിക്കാണ്. ഇസ്ലാമിന്റെ തൗഹീദ് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അല്ലാഹു ആളുകൾക്ക് തൗഫീഖ് കൊടുക്കട്ടെ, ഹിദായത്ത് കൊടുക്കട്ടെ. എല്ലാം സുജൂദിലാണ്. സൂര്യൻ സുജൂദ് ചെയ്യുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ കാണാൻ കഴിയും. അസ്തമിച്ചു പോകുന്ന സൂര്യൻ സുജൂദ് ചെയ്യാൻ പോവുകയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, ലോകത്ത് സൂര്യന് ചലനമുണ്ട്, ഭൂമിക്ക് ചലനമുണ്ട്, സൂര്യനും ചന്ദ്രനും ഓർബിറ്റുകളുണ്ട് എന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നതിന്റെ മുമ്പ് ലോകത്ത് പഠിപ്പിച്ചു കൊടുത്ത നബിയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ ഹദീസ് മനസ്സിലാക്കുമ്പോൾ ഈ പ്രാപഞ്ചിക പ്രതിഭാസം മനസ്സിലാവുന്ന നബി തന്നെയാണ് ഈ കാര്യം പറഞ്ഞു തരുന്നത്. അസ്തമിച്ചു പോകുന്ന സൂര്യൻ അവിടെ ഇരിക്കട്ടെ. അസ്തമിക്കുന്ന സൂര്യൻ എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും സൂര്യൻ അസ്തമയമുണ്ട്, ഓരോ സെക്കൻഡിലും സൂര്യന് ഉദയമുണ്ട്. നമുക്കിപ്പോ പാതിരാവാൻ പോവാൻ. അമേരിക്കക്കാർക്ക് ഇപ്പൊ ഉച്ചക്ക് എത്ര മണിയായിട്ടുണ്ടാവും? അമേരിക്കക്കാർക്ക് ഉച്ച കഴിഞ്ഞു തുടങ്ങി, ഉച്ചയോടടുത്തു തുടങ്ങി. എല്ലാ സെക്കൻഡിലും സൂര്യൻ അസ്തമയമാണ്. എല്ലാ സെക്കൻഡിലും ഏതോ ഒരു നാട്ടുകാർക്ക് ഉദയം, ഒരു നാട്ടുകാർക്ക് അസ്തമയം. റബ്ബുൽ മശാരിഖി വൽ മഗാരിബി, ഒരുപാട് ഉദയത്തിന്റെയും ഒരുപാട് അസ്തമയത്തിന്റെയും ഉടമസ്ഥനല്ലേ അല്ലാഹു.
അങ്ങനെ വന്നാൽ അസ്തമിക്കുന്ന സൂര്യൻ എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ഓരോ ചലനത്തിലും അത് സുജൂദിലാണ്. എങ്ങനത്തെ സുജൂദ്? കയ്യും കാലും മടക്കി വെച്ചുള്ള സുജൂദാണോ? അല്ല. സുജൂദുൻ യലീഖു ബിഹാ, അവയവയെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അല്ലാഹുവിനെ വണങ്ങിയാണ്, അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ടാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. തഹ്തൽ അർശി, അർശിന്റെ താഴെ എന്ന് പറയുമ്പോ ഭൂമിന്റെ താഴെ പോവണ്ട, ഭൂമിയല്ല, ഭൂമിയുടെ മീതെ സൂര്യൻ വന്ന് കറങ്ങി വീഴുന്നതല്ല അസ്തമയം. സൂര്യൻ അഭിമുഖമായി ഭൂമി കറങ്ങുകയാണെന്ന് ലോകത്തിന് പഠിപ്പിച്ച നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലങ്കാരിക പ്രയോഗങ്ങളല്ലേ ഇതൊക്കെ. അസ്തമിച്ചു പോകുന്ന സൂര്യൻ സുജൂദ് ചെയ്യുന്നു. എവിടെ? അർശിന്റെ താഴെ. അള്ളാഹുവിന്റെ അധികാരത്തിന്റെ സിംബലാണ് അർശ് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ അർശിന്റെ സിംബലാണ്, അവന്റെ അധികാരത്തിന്റെ സിംബലാണ്. അർ-റഹ്മാനു അലൽ അർശിസ്തവാ, അള്ളാഹുവിനാണ് ഇസ്തിലാ, അധികാരം അള്ളാഹുവിനാണ്. അർശ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സൃഷ്ടി ഈ പ്രപഞ്ചത്തെ മുഴുവനും ചൂഴ്ന്നു നിൽക്കുന്ന അള്ളാഹുവിന്റെ മഹാസൃഷ്ടിയാണെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു തന്നത് ഒരു ഉദാഹരണത്തിലൂടെയാണ്. വിശാലമായ ഒരു മരുഭൂമി, കണ്ണെത്താ ദൂരത്ത് പരന്നു നടക്കുന്ന വിശാലമായ ഒരു മരുഭൂമിയുടെ മധ്യത്തിൽ എവിടെയെങ്കിലും ഒരു റിങ്, ഒരു വട്ടക്കണ്ണി, ഒരു കുട്ടിയുടെ ഓളാന്ന് സങ്കല്പിച്ചോളൂ, ഒരു റിങ് നമ്മൾ മരുഭൂമിയുടെ നടുവിൽ കൊണ്ടുപോയി വെച്ചു എന്ന് വിചാരിക്കുക. ചുറ്റു വിശാലമായ മരുഭൂമി, ഈ റിങ് എവിടെയാണെന്നൊരു കൊടി കുത്തിയില്ലെങ്കിൽ കാണൂല അല്ലേ? അങ്ങനെ ഒരു ചെറിയ വട്ടക്കണ്ണി മരുഭൂമിയിൽ കൊണ്ടുപോയി വെച്ചാൽ ആ വട്ടക്കണ്ണിയാണ് ഈ മഹാപ്രപഞ്ചമെന്ന് സങ്കല്പിച്ചാൽ ആ മരുഭൂമിയാണ് അല്ലാഹുവിന്റെ അർശെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറഞ്ഞ് പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ എല്ലാ പ്രപഞ്ചത്തെയും ചൂഴ്ന്നു നിൽക്കുന്ന അല്ലാഹുവിന്റെ മഹാസൃഷ്ടിയാണ് അർശ്. നമ്മളൊക്കെ അർശിന്റെ താഴെയാണ്. സൂര്യനും ചന്ദ്രനും കോടാനുകോടി നെബുലകളും നക്ഷത്രങ്ങളും ഗാലക്സികളും എല്ലാം അള്ളാഹുവിന്റെ അർശിന്റെ താഴെയാണ്. നമ്മൾ എവിടെ സുജൂദ് ചെയ്താലും അത് അർശിന്റെ പരിധിക്കുള്ളിൽ തന്നെ. അപ്പോ സൂര്യൻ നിത്യ സുജൂദിലാണ്. ഇനി സൂര്യന്റെ സുജൂദ് സ്വീകരിക്കപ്പെടാത്തൊരു ദിവസം വരും. അന്നാണ് സൂര്യൻ അഭിമുഖമായി ഭൂമിയോട് അതിന്റെ ചലനം മാറാൻ അള്ളാഹു പറയുന്നത്. ഇർജിഇ മിൻ ഹൈസു ജിഇതി, ഇടത്തുനിന്ന് വലത്തോട്ട് തിരിയുന്ന ഭൂമിയോട് വലത്ത് നിന്ന് ഇടത്തോട്ട് തിരിയാൻ അള്ളാഹു പറയും. എപ്പോ? സൂര്യന്റെ സുജൂദ് സ്വീകരിക്കപ്പെടാതെ വരുമ്പോൾ. എങ്ങനെ സ്വീകരിക്കപ്പെടാതെ വരിക? സൂര്യന്റെ സുജൂദിന്റെ ഖിബില എപ്പോഴാണ് നഷ്ടപ്പെട്ടത്? ഏതാണ് സൂര്യന്റെ സുജൂദിന്റെ ഖിബില? വൃക്ഷങ്ങളുടെ സുജൂദിന്റെ ഖിബില ഏതാണ്? നക്ഷത്രങ്ങളുടെ സുജൂദിന്റെ ഖിബില ഏതാണ്? നമുക്ക് കഅബയുള്ളത് പോലെ, നമുക്ക് കഅബാലയമുള്ള പോലെ പ്രപഞ്ചത്തിലെ കോടാനുകോടി സാധനങ്ങളുടെ സുജൂദിന്റെ ഖിബില ഏതാണ്? നമ്മുടെ ഉലമാ പഠിപ്പിക്കുന്നത് സുജൂദ് ചെയ്യാൻ ഖിബില വേണം. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളായ ആളുകളുടെ ഈമാനിന്റെ റൂഹിന്റെ പ്രഭയാണ് ലോകത്തെ സർവ്വ വസ്തുക്കളുടെയും സുജൂദിന്റെ ഖിബില. മുഅ്മിനായ ഒരു മനുഷ്യൻ ഒരു നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ഈമാനിന്റെ റൂഹിന്റെ പ്രഭയെ ലക്ഷ്യമാക്കിയാണ് ആ പരിസരത്തുള്ള സർവമാന കല്ലുകളും വൃക്ഷങ്ങളും അല്ലാഹു സുജൂദ് ചെയ്യുന്നത്. മുഅ്മിനിന്റെ റൂഹിനെ ഖിബലയാക്കിയിട്ടാണ്. മുഅ്മിനായ മനുഷ്യൻ മരിച്ചുപോയാൽ ഇവിടെയുള്ള ജീവജാലങ്ങൾക്ക് സുജൂദിന്റെ ഖിബല നഷ്ടപ്പെടും. ആകാശത്തെ നക്ഷത്രങ്ങൾക്ക് സുജൂദിന്റെ ഖിബല നഷ്ടപ്പെടും. മുഅ്മിനായ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയാൽ വലഖദ് കറംനാ ബനി ആദം, ആദം നബിയുടെ സന്തതികളെ, മനുഷ്യരെ, വിശിഷ്യ മുഅ്മിനീങ്ങളെ അല്ലാഹു ബഹുമാനിച്ചു എന്നതിന്റെ അടയാളം നാമാണ്. മുഅ്മിനാണെങ്കിൽ അല്ലാഹു നമ്മെ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. ഈ പ്രപഞ്ചത്തിലെ സർവ്വ സാധനങ്ങളുടെയും സുജൂദിന്റെ ഖിബില മുഅ്മിനായ ആണും പെണ്ണുമാണ്. ഇനി വരെ ലോകാവസാനം അടുക്കുമ്പോൾ ലാ തഖൂമുസ് സാഅ ഇല്ലാ അലാ ശിറാറിൽ ഖൽഖ്, മോശപ്പെട്ട ആളുകൾ ജീവിക്കുന്ന കാലത്തല്ലാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത്. അന്ന് ഭൂമിയിൽ ജനങ്ങളുണ്ട്, മുസ്ലിമാരും ബാക്കിയില്ല.
അങ്ങനെ ഒരു സൂര്യോദയം അള്ളാഹു നടത്തുന്നത് സൂര്യൻ സുജൂദ് ചെയ്യാൻ വരുമ്പോഴേക്കും ലോകത്തെ സർവ്വ മുസ്ലിമും മരിച്ചുപോയ നേരമായിരിക്കും അത്. സൂര്യന്റെ സുജൂദ് പിന്നെ സ്വീകരിക്കപ്പെടുന്നില്ല. ഖിബലയില്ലല്ലോ, മുഅ്മിനായ ഒരു മനുഷ്യൻ പോലും ഭൂമിയിൽ ബാക്കിയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് സുജൂദ് സ്വീകരിക്കപ്പെടുക? ആ നേരത്ത് സൂര്യനോട് പറയപ്പെടുന്ന വാക്കാണ് ഇർജിഇ മിൻ ഹൈസു ജിഇതി, നീ എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് തിരിച്ചുപോ എന്ന് അല്ലാഹു പറയുമ്പോൾ ഫതതുലു മിൻ മഗ്രിബിഹാ, അപ്പോഴാണ് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് എന്ന് റസൂലുള്ളാഹി